ആട്ടിൻകൂട്ടിന്റെ അടിയിൽ നിന്ന് ആട്ടിൻകാഷ്ടം കോരിയെടുക്കുന്ന പണിയിലാണ്. ഇപ്രാവശ്യം നമുക്ക് കോരിയെടുക്കാൻ കുറച്ച് കൂടുതലുണ്ട്. നമ്മളൊരു 1.5 മാസം ഇടവിട്ടൊക്കെ ആയിരുന്നു ഇത് കോരിയെടുക്കല്. പിന്നെ ജൂൺ ജൂലൈയിൽ നമുക്ക് കോരിയെടുക്കാൻ പറ്റില്ല. നല്ല മഴ കാരണം ഇതിന് ഷെഡിന്റെ ഇറവെള്ളമൊക്കെ ഇങ്ങനെ വീഴുന്നതുകൊണ്ടൊക്കെ ഭയങ്കര ചളിയാവും. നമ്മൾ അതിൽ കോരിയെടുക്കുമ്പോഴൊക്കെ അങ്ങനെ വെള്ളം ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് നമുക്കൊരു ചിങ്ങമാസമൊക്കെ ആകുമ്പോൾ കുറച്ച് വെയിലൊക്കെ വരുമ്പോൾ നമുക്ക് കോരിയെടുക്കുന്ന ഒരു പണി ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. ഇപ്രാവശ്യം മഴ നിൽക്കാത്തതുകൊണ്ട് കണ്ടില്ല, അത്യാവശ്യം നല്ല കനത്തിലുള്ളത്. ഇപ്പൊ 4 മാസത്തെ ആട്ടിൻകാഷ്ട ദിനാണെങ്കിൽ കോരി ഒഴിവാക്കാനുണ്ട്. ഒഴിവാക്കില്ല, എടുത്ത് മാറ്റാനുണ്ട്. അപ്പൊ നമ്മൾ ഇതാ ഇന്നലെ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടോ. ഇന്നലെ നിതിനും ഞാനും ഉണ്ടായിരുന്നു. ഇന്ന് അപ്പോട്ടനും കൂടെ ഉണ്ട്. ഇന്നലെ അപ്പോട്ടന് പ്ലാവിൽ വെട്ടുന്ന പണിയാ. നമ്മൾ അപ്പോട്ടൻ വെട്ടി പ്ലാവിൽ കാണിച്ചു കൊടുക്കുക. ഇന്നലെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാണ്. അപ്പം നമ്മൾ ആടുകൾക്ക് തീറ്റ ആയി കഴിഞ്ഞാൽ ഈ പണികളൊക്കെ എടുക്കാൻ കുറച്ചുകൂടെ ആളെ കിട്ടും. മറ്റേത് ഇന്നലെ അപ്പോട്ടൻ അതിന് പോയതുകൊണ്ട് അത് സെറ്റായി. അപ്പൊ തീറ്റയും കൂടെ റെഡി ആയതുകൊണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടിയിട്ട് ഈ പണികൾ ഒക്കെ എടുത്ത് തീർക്കണം. അപ്പൊ കണ്ടില്ല, അപ്പോട്ടിന് ഇങ്ങനെ കോരുന്ന സമയത്ത് ഇതുപോലെയുള്ള പ്ലാവിന്റെ കമ്പുകൾ ഉണ്ടാവും. നമ്മൾ അടിയിൽ പെട്ടത് ആദ്യം റൗണ്ട് ഇതിന് ഇന്നലെ ഫസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാം വലിച്ചെടുത്താട്ടോ. അത് നമ്മൾ ഇന്നലെ എടുത്ത് കത്തിച്ച് കളഞ്ഞു. മൊത്തം എടുത്തിട്ട് നമ്മൾ വൈകിട്ട് തീയിട്ട് കളഞ്ഞു. അപ്പൊ അതുപോലെ ഇപ്പൊ കോരുന്ന സമയത്ത് ഇതുപോലെ ഉള്ളിൽ ഇങ്ങനെ ഈ കമ്പുകൾ വരും. ഇതൊക്കെ നമ്മുടെ ഫ്ലോർ മാറ്റിന്റെ ഈ ഗ്യാപ്പിലൂടെ താഴേക്ക് വീഴുന്ന ചെറിയ ചെറിയ കമ്പുകൾ, വലുതുണ്ടാവില്ല, ഒക്കെ ഇങ്ങനത്തെ കമ്പുകളാണ്. അപ്പൊ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടത് ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടിയാണ്. അപ്പൊ എനിക്ക് ഇതൊക്കെ ഒന്ന് അപ്പോട്ട് ഇങ്ങനെ കോരുന്ന സമയത്ത് കാണുന്നതൊക്കെ തട്ടിയെടുക്കുക, പിന്നെ ഇത് ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതിനത് കൊണ്ടുപോയിട്ട് അവിടെ കൂട്ടിയിടാണ്. അപ്പോട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൈക്കോട്ടായിട്ട് വടിച്ചു കൂട്ടും. ആട്ടിൻകാഷ്ടം ഇങ്ങനെ ഇതിൽ പണിയെടുക്കുമ്പോൾ മൂത്രം ആട്ടിൻകാഷ്ടം ഇങ്ങനെ വന്നുകൊടുക്കും. അതിനനുസരിച്ച് നമ്മളോരോ ചില ആടിന്റെ സ്വഭാവം ഉണ്ടല്ലോ, ഒരു ഏരിയയിൽ വന്നിട്ട് മാത്രമേ മൂത്രം ഒഴിക്കുള്ളൂ. പിന്നെ അപ്പൊ അവിടെ ഉള്ളത് ഞങ്ങൾ വേറെ തീർക്കല. അത് ഇവർക്ക് അറിയാം, ഓരോ മൂല ഉണ്ട് ഓരോ ആടിന്. ഇതങ്ങോട്ടേ അപ്പോട്ട് എടുത്തത് ഇങ്ങോട്ട് മാറ്റിയെടുത്തേ. കണ്ടോ, ഇതാണ് ഞാൻ ഗ്ലൗസ് കാണുന്നത്. ഇതിങ്ങനെ എടുക്കണം, ഓരോരോ കമ്പായിട്ട് എടുക്കണം. ഈ കമ്പ് ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ കൈക്കോട്ടെ അപ്പോട്ട് കൊത്തുന്ന സമയത്ത് വളം മാത്രമാണ് ഈ എളുപ്പം. പക്ഷെ അതെങ്ങനെയായാലും നടക്കൂല. ആടുകൾ എന്ത് ചെയ്യും, കൂടിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ കമ്പുകൾ വലിച്ചിടുന്നത് നേരെ താഴേക്ക് വരും. പിന്നെ വലുതുണ്ടാവില്ല, വലുത് നമ്മൾ എടുത്തിട്ട് ഒഴിവാക്കലാണ്. അപ്പൊ ഇനി അപ്പോട്ട് കോരുന്ന് കാണിച്ചാലോ. എന്താ കനം നോക്ക്. ഈ ഒരു ഹൈറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ പ്രാവശ്യം. മറ്റേതൊരു ഈ ലെവലിൽ നമ്മൾ 1.5 മാസം കൂടുമ്പോൾ ഈ ലെവലിലും ഇങ്ങനെ കോരി എടുക്കാനും എളുപ്പമായിരുന്നു. കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ ആടുകൾക്ക് പിന്നെ കുഴപ്പങ്ങളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ കൂടെ അത്യാവശ്യത്തിന് ഹൈറ്റ് ഉണ്ട്. ഈ ഒരു ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇവരെ അമോണിയ അങ്ങനെ മൂത്രം കൂടുതൽ കെട്ടിക്കിടന്നാലൊക്കെ ആടുകൾക്ക് ചുമയും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ അമോണിയൊക്കെ എയറിൽ സ്പ്രെഡ് ആയി പോകും. നല്ല അമോണിയ ഉണ്ടാവും യൂറിനിൽ. അപ്പൊ അതിങ്ങനെ എയറിൽ സ്പ്രെഡ് ആയി പോകുന്നതുകൊണ്ട് കൂടെ അത്യാവശ്യം നമ്മൾ രണ്ടാമത് ചെയ്ത കൂട് കണ്ടില്ല, നമ്മൾ സി ചാനൽ ആയതുകൊണ്ട് മരമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ താന്ന് നിൽക്കുക. സി ചാനൽ ആയതുകൊണ്ട് കറക്റ്റ് നമുക്ക് ഇതിനുള്ളിൽ നിൽക്കാനുള്ള ഒരു ഹൈറ്റ് ഉണ്ട് കേട്ടോ. മരക്കെടി ചിലപ്പോൾ ഇങ്ങനെ ബെൻഡായി വന്നിട്ടുണ്ടാവും. അപ്പൊ ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പോകുന്ന വഴി കണ്ടില്ലേ, ഇന്നലെ ഇവിടെ കോരിപ്പത്തേക്കും പിന്നെ ഇവർ ഒഴിക്കുന്ന മൂത്രമൊക്കെ കറക്റ്റ് ഇങ്ങോട്ട് വരും. പിന്നെ അടി മണ്ണാട്ടോ. അടി ഒരിക്കലും കോൺക്രീറ്റ് ചെയ്യാൻ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യണം. ഇത് മണ്ണായതുകൊണ്ട് ഒരുവിധം മൂത്രമൊക്കെ ഇങ്ങനെ വലിഞ്ഞു പോകും. നിതിനോടൊപ്പോട്ടാ നിധി ലോഡായിട്ട് പോയത്. അപ്പം ഇത് വന്നിട്ട് ഇനി അപ്പോട്ടും വലിച്ചിടുന്നത് ഞാനിങ്ങനെ ട്രോളിയിലാക്കി കൊടുക്കും. ഇവിടെ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും പെട്ടെന്ന് ഒരു കുറെ വെട്ടൊക്കെ നമ്മൾ ട്രോളിങ് തള്ളി പോകുമ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ ഇവരെ മൂത്രമൊക്കെ ഇതുപോലെ ചളിയാവും. അതുകൊണ്ട് നിധി നല്ല സെറ്റപ്പിൽ ഒരു പാലം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പലയൊക്കെ ഇട്ടിട്ട് നല്ല ആട്ടിൻകാഷ്ടം. അത് മോൾ ഭാഗത്ത് മാത്രം നമുക്ക് പൊടിയാത്തതേ ഉള്ളൂ. അടിയിൽ കണ്ടില്ല, നമ്മൾ ചാണകം പോലെ തന്നെ ഇത് പെട്ടെന്ന് ഇനി പൊടിഞ്ഞു കിട്ടും. കിട്ടുന്ന കമ്പുകളെങ്കിലും എടുത്ത് കഴിയുന്നത്. പിന്നെ ചെറിയ കമ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യും, പൊടിഞ്ഞ് വളമായിക്കോളും. എല്ലാം ഇങ്ങനെ പെറുക്കിയെടുക്കാൻ അപ്പോട്ട് നല്ല പണിയല്ലേ. ഇതാണ് ഇതിലൊരു പണി മെയിനായിട്ട്. അതാ കണ്ടില്ലേ മൂത്രം ഒഴിക്കുന്നത്. അവിടെ പിന്നെ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, ഓരോ ഏരിയ ഉണ്ട്. ഇതിന് നമ്മൾ കത്തിക്കാനായിട്ട് എടുത്ത് മാറ്റി കൊടുത്ത് ഇന്ന് നമ്മൾ അതാ അവിടെ കൊണ്ടാ കമ്പുകൾ കൂട്ടുന്ന അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വെള്ളം വലിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തീ കൊടുക്കും. ഇന്നലത്തെ മൊത്തം കത്തിച്ച് തീർത്താ. എടാ ഒരണ്ണ, ഈ അണ്ണ 2-3 ദിവസമായിട്ട് ഇവിടെ ബിയമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളിങ്ങനെ ഓരോ കേക്കൊക്കെ കൊണ്ടുവച്ചിട്ടൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ഞാൻ എലിപ്പെട്ടി വെച്ചിരുന്നു കേട്ടോ. അത് ഞാൻ വേഗം മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നലെ എലിനൊന്നും കിട്ടിയില്ല. ഈ അണ്ണാൻ അറിയാതെ വന്നതിൽ കുടുങ്ങിപ്പോവും. അപ്പൊ നിധിയും വരട്ടെ. നിധി വരുന്നതിന് ഞാൻ ലോഡാക്കാം. അതാ നിധിയും തട്ടിയിട്ട് വരുന്നുണ്ട്. ഇന്ന് അപ്പോട്ടും കൂടെ വന്നോണ്ട് നമുക്ക് പണി എളുപ്പമായിട്ടോ. മറ്റേത് അതിനുള്ള വലിക്കലും ലോഡാക്കലും കൂടെ രണ്ടാൾ ചെയ്യുമ്പോൾ നീങ്ങുന്നില്ല. അപ്പൊ അങ്ങനെ അപ്പോട്ടും കൂട്ടിയിട്ട വെള്ളം വേഗം അങ്ങനെ മൂത്രത്തിന്റെ മഴയാണ് കേട്ടോ. മൂത്രമഴയാണ്. എടാ ചെറിയ ചുള്ളലൊക്കെ അതിൽ മിക്സ് ആയി പോയിക്കോട്ടെ, എല്ലാം കിട്ടുന്നില്ല. ഒരുവിധം കിട്ടുന്നൊക്കെ നമ്മള് കാണുന്നൊക്കെ എടുക്കുന്നുണ്ട്. നല്ല പൊടി അതിൽ കിടന്ന് വളാവും എന്തായാലും. അത് പെറുക്കിയെടുക്കാൻ നിന്നാല് പണി തീരെ നീങ്ങൂല നമുക്ക്. ഇതിൽ ഭയങ്കര കമ്പാണല്ലോ ഇപ്പോഴത്തെ അടിഭാഗത്ത്. നല്ല
നല്ല ചാണകം പോലെ ഉണ്ട് വളം കേട്ടോ. അടിഭാഗത്തുള്ളൊക്കെ മുകളിൽ മാത്രമാണ് ഒരു വട്ടം കൂടെ പോലെ വഴിയിലുള്ളതാണ്ട് ഒഴിവാക്കിയാൽ ആദ്യം. അത് കുറച്ച് വലിയ കമ്പുണ്ട്. ഇത്രയൊന്നും ലോഡ് വരില്ല. നമ്മൾ ഒരു ദിവസം കൊണ്ടൊക്കെ ശരിക്ക് 3 ആളൊക്കെ നിന്നാല് നമ്മൾ വാരി കഴിയലുണ്ട്. വാരിയ കോരിയാൻ രണ്ടും പറയട്ടോ, ഇടക്ക് വാരിയാൻ തരുന്നുണ്ട്. അതുകൊണ്ടില്ല 4 മാസത്തതാണ്. അത്യാവശ്യം നല്ല തന്നെ വളം ഉണ്ടാവും. കൂട്ടുന്ന സ്ഥലത്തൊക്കെ തന്നെ ഇതിനിപ്പോ ഷീറ്റ് വെച്ചിട്ട് മുകളിലോട്ട് തള്ളി കയറ്റുക. വെച്ചാൽ അത്രയും വളമൊന്നും നിരത്തിയിട്ടൊക്കെ കൂട്ടിയിരുന്നെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റില് കയറ്റിയിരുന്നുണ്ടോ. ഇതാ സൂപ്പർ വളം. മണ്ണിര നോക്ക് വളത്തില് ഇഷ്ടം പോലെ മണ്ണിരുണ്ട്. നമ്മൾ പച്ചക്കറിക്ക് എല്ലാത്തിനും ഏറ്റവും നല്ല വളം പറഞ്ഞ ചാണകത്തിനെക്കാട്ടിയും ഗുണം ചെയ്യുക ആട്ടിൻ കാഷ്ടാണ്. കണ്ടില്ലേ ഇഷ്ടം പോലെ. മതിയോ ലോഡ്? ഓവർലോഡ് വെച്ചാലേ തള്ളി കയറ്റാൻ ബുദ്ധിമുട്ടോ. അപ്പോൾ ആ കമ്പ് അങ്ങോട്ട് നീക്കുക. അതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോഴും കിട്ടുന്നത് മുകളിൽ നിന്ന് തട്ടി നീക്കുന്നുണ്ടല്ലേ. അപ്പൊ നിധി റിവേഴ്സ് ആയിട്ട് പോകുന്നത്. ഇപ്പൊ ക്യാമറമാനെ ഒന്ന് കൊടുക്കണം. ഇവിടെ 2 ആക്കുന്നുള്ള സ്പേസ് ഇല്ല തിരിയാനല്ല. അപ്പൊ തള്ളി കയറ്റുന്ന കാണിച്ചാല. എന്തായാലും ഇന്ന് നമ്മളിത് തീർക്കും. ഇന്നലെ നിതിന് ഞാൻ അത്ര മെയിൻ ഭാഗമാണ് നിതിന് ഞാൻ ഇന്നലെ തീർത്തത്. 2 നിൽക്കുന്നത് കണ്ടില്ല. ഇങ്ങനെ പിടിച്ചിട്ടേ ഇങ്ങനെ കൊണ്ടുപോയിട്ടാ ഇത്രയും. ഇതിപ്പോ ഇന്ന് രാവിലെ ഒരു 3-4 ട്രോളി ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മള് ഇന്നലെ ഒരൊറ്റ സെക്ഷൻ ഒരു ഭാഗത്ത് നിന്ന് എടുത്തതാ. ഇതുപോലെ കൊണ്ടുപോയിട്ട് ഈ ഹൈറ്റിലാണ്. ഇതൊരു പരിചയമാണ് കേട്ടോ. ഇങ്ങോട്ട് തള്ളി കയറ്റാൻ. ഇതൊന്നും മോട്ടറിലൊന്നുമല്ല, മാൻ പവറിലാണ് ഇനി ഇതിന് തള്ളി കയറ്റുന്നത്. ഇനി ഒന്നുകൂടെ കാണുന്ന കമ്പുകളൊക്കെ ഇതുപോലെ എടുക്കും. ബാക്കിയൊക്കെ പൊടിഞ്ഞു വേണ്ടേ. അതൊക്കെ ഉണ്ട്. ഫുള്ള് ശ്രദ്ധിച്ചാലേ ഇങ്ങനെ പെറുക്കിയെടുക്കാൻ നിന്നാല് നമ്മളെ പണിയൊന്നും നടക്കൂല. കണ്ടോ ചെറുതുണ്ട്. അത് ഈ ഫ്ലോർ മാറ്റ് ഇട്ടപ്പോഴാട്ടോ കുറച്ച് കൂടുതലുള്ളത്. മറ്റേത് മരത്തിന്റെ ഗ്യാപ്പിലൂടെ അങ്ങനെ പോലില്ല. ഫ്ലോർ മാറ്റ് കറക്റ്റ് ഹോളിലൂടെ ഇതുപോലെ ചെറിയ കമ്പുകൾ വീണോണ്ടേ നിൽക്കുക. ഇതൊക്കെ നമുക്ക് അപ്പോട്ട് അങ്ങനെ കോരിയെടുത്ത് ആവാനുണ്ട്. അപ്പൊ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഇതിങ്ങനെ കൊണ്ടിടാം. ഇതൊന്ന് ആടുകളെ രാവിലെ നമ്മൾ എടുത്തിട്ടാട്ടോ കഴിച്ചതിന്റെ ബാക്കിയുള്ള കമ്പുകളാണ്. ഇതിൽ വിറകിനുള്ളത് ആഞ്ഞെടുത്തിട്ട് ബാക്കി മുഴുവൻ ഞങ്ങൾ എന്ത് ചെയ്യും, കത്തിച്ച് കളയും. അത് അവിടെ കണ്ടോ, നമ്മൾ ആടിന്റെ വെള്ളം ചൂടാക്കാനൊക്കെ ആയിട്ട് അത് നല്ല കുറച്ച് വണ്ണുള്ളത് നമ്മൾ ഇതുപോലെ ആഞ്ഞിങ്ങനെ വിറകാക്കി വെക്കും. ബാക്കിയുള്ളത് കത്തിച്ച് കളയും. ഇന്നലെ വൈകിട്ട് കത്തിച്ചിട്ട് തീ ഇപ്പോഴും കെട്ടിട്ടില്ല. അല്ലേ ഈ ചാരം നേരെ നമ്മൾ ഈ വെണ്ണീരൊക്കെ തെങ്ങിന്റെ തടത്തിലൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഗ്രോ ബാഗും മൺചട്ടിയൊക്കെ നിറയ്ക്കുന്നതിൽ ഇത് മിക്സ് ചെയ്യും. ഇതിന് മുന്നേ നമ്മൾ കൂർക്കലിനൊക്കെ ഇങ്ങനെ വെണ്ണീര് കൊണ്ടിടുന്നത് കാണിച്ചിരുന്നു. നല്ല സൂപ്പർ വെണ്ണീരാണ്ടില്ലേ. മഴ കൊള്ളാൻ പാടില്ല. മഴ പെയ്യുന്നതിന് മുന്നേ പിന്നെ ഇന്നത്തെ കാലാവസ്ഥ രാവിലെ ചെറുതായിട്ട് മഴ ചാറി, ഇപ്പൊ ഒരു മൂടിക്കെട്ടുണ്ട്. വേറെ കുറച്ച് ജില്ലയിലൊക്കെ നല്ല മഴ ഉണ്ട്, ശക്തമായ മഴ ഉണ്ട്. കുറച്ച് നമുക്ക് തന്നെ മഴ കിട്ടിയില്ല. മഴന്റെ ഒരു ഇതുണ്ട് കേട്ടോ. മറ്റു ജില്ലയിൽ പെയ്യുന്ന പോലെ ഇവിടെ അങ്ങനെ പെയ്യുന്നില്ലെങ്കിലും എന്താ പറയുക, ഒരു മഴക്കാറുണ്ട്. മഴ പെയ്താൽ ഈ പണി നടക്കൂല. മഴ പെയ്താൽ എങ്ങനെ ഇറയുന്ന വെള്ളം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് അപ്പോഴും ഫ്രണ്ട് ഭാഗത്ത് നിന്ന് പോരും കേട്ടോ. എന്താ വെച്ചാൽ ഉള്ളില് 2 സൈഡിൽ നിന്ന് വലിച്ചു വെക്കാണ് കണ്ടില്ലേ കമ്പ് വരുന്നത്. ഈ കമ്പ് എടുത്തിട്ട് പിന്നെ കോരുന്ന സമയത്തും ഉള്ള കമ്പാണ് ഞാൻ എടുത്ത് മാറ്റുന്നത്. ഇപ്പോഴത് കുടഞ്ഞ കയ്യോടെ അങ്ങോട്ട് മാറ്റാം. ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നല്ല അതിലിങ്ങനെ കിടക്കട്ടെ. ഇതിന് ഇന്ന് കത്തൂല കേട്ടോ, ഒന്ന് വലിയേണ്ടി വരും. അപ്പൊ ഈ ഒരു ലോഡോടുകൂടെ ഇതുവരെ അപ്പേട്ടനെ കോരി ഇട്ടതൊക്കെ കഴിഞ്ഞ് ഇനി കണ്ടില്ലേ ഇതുപോലെ ഇളക്കിയിട്ട് കമ്പുകൾ മാറ്റിയിട്ട് വേണം അപ്പേട്ടൻ കുറച്ച് വലിച്ചു വെക്കണം. അപ്പൊ ഇതിന് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക. ഈ ലോഡായിട്ട് പോയിക്കുന്നത് ഇതിനെ. ഈ ഒരു ഗ്യാപ്പ് എല്ലാവർക്കും കിട്ടും. ഞാൻ ആ കമ്പ് ഇറക്കാൻ മുമ്പ് ഒരു ഗ്യാപ്പ് കിട്ടും. അതുപോലെ അപ്പേട്ടൻ കുറച്ച് ഇങ്ങനെ കോരി എടുക്കുന്ന സമയം, അങ്ങനെ എല്ലാവർക്കും ഇതിന്റെ ഇടയ്ക്ക് ചെറിയ റെസ്റ്റ് കിട്ടും കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്പീഡിൽ ഇത് പോകാൻ പറ്റുന്നില്ല. റിവേഴ്സ് ഗിയർ ആണ്. പോട്ടെ, ഇതാണ് ടാസ്ക്. ഇത് ചിലപ്പോ എക്സ്പീരിയൻസിൽ വണ്ടി മറിഞ്ഞു. അതാ എനർജി കളിയാ. അതാ ഇങ്ങനെ കഴിയാൻ ഇതിന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഈ ഒരു റേഞ്ചിൽ ഇതായിട്ട് നമ്മള് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ തട്ടിയോ. ഇനി നമ്മളിത് ഇതൊന്നല്ല, നമുക്ക് ഏകദേശം വളം കൂടുതൽ വരും കേട്ടോ. ഇന്ന് കഴിയുന്ന തോന്നില്ല. എന്തായാലും കഴിഞ്ഞാലും കഴിഞ്ഞിട്ടില്ലെങ്കിലൊക്കെ നമുക്ക് ഈ റേഞ്ചിൽ ഇങ്ങോട്ട് എത്തും, അവിടെ വരെ എത്തും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ഇനി ഒന്ന് വടിച്ച് കയറ്റി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പറഞ്ഞു ഇനി 10 മണിയാകുമ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം എന്ത് ചെയ്യും, ഈ റൗണ്ടൊക്കെ ഒന്ന് വലിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നൊക്കെ ഒന്ന് വലിച്ച് കയറ്റും. നമ്മൾ കൈക്കോട്ടേറ്റും ഇവിടുന്ന് എടുത്തിട്ട് അങ്ങനെ മേലേക്ക് കൈക്കോട്ടേറ്റ് എറിഞ്ഞാൽ മതി.
എന്താ ഇങ്ങനെ കാണിച്ചത്, ഇങ്ങനെ കൊത്തിയിട്ടേ ഇങ്ങനെ ഒന്ന് വലിച്ച് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ കുറേ സ്പേസ് കിട്ടും. പിന്നെ ഇതാ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ പഴയ ഷീറ്റൊക്കെ പോയി ദ്രവിച്ചു പോയി, നമ്മൾ പുതിയ ഷീറ്റ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു 4 ഷീറ്റെങ്കിലും വേണം. ഇതിപ്പോൾ നമ്മൾ 2 ഇന്നലെ മൂടിയുള്ള അതിനപ്പോൾ ഇത് കൂടുന്നതനുസരിച്ച് ഒരു 4 ഷീറ്റെങ്കിലും വേണ്ടി വരും നമുക്ക്. ഇത് നമ്മൾ എന്ത് ചെയ്യും, നല്ല ടൈറ്റ് ആക്കി വെക്കും. ടൈറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ, ഇപ്പം തന്നെ കണ്ടില്ലേ വളങ്ങളൊക്കെ ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട്. 2 ആഴ്ച കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒന്നുകൂടെ പൊടിഞ്ഞു കിട്ടും. ഈ ഒരു ഭാഗം കണ്ടില്ലേ, എവിടെയാണ് നമ്മളെ പുൽത്തൊട്ടി നിൽക്കുന്നത്. അപ്പോൾ ഈ പുൽത്തൊട്ടിന്റെ ഗ്യാപ്പ് ഇവർ കൂട്ടിലൊക്കെ കടിച്ചിരുന്ന ഇലകൾ ഇവിടെ ഇങ്ങനെ തങ്ങി വെക്കും. ഇപ്പൊ നമ്മൾ ഈ ഭാഗം കോരി വൃത്തിയാക്കിയപ്പോൾ ഇതിലുള്ളത് നമ്മൾ ഇതിലേക്ക് തട്ടിയിട്ട്, അപ്പോൾ ഇലയൊക്കെ വള ഇപ്പോൾ ഇതാ ഇവിടുന്ന് അങ്ങോട്ട് കണ്ടില്ല. അപ്പോൾ തന്നെ ഇനി പുതിയതായിട്ട് കോരി എടുക്കുന്ന സ്ഥലം. അപ്പോൾ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യണം, ചൂല് ഉപയോഗിച്ചിട്ട് എങ്ങനെയും തട്ടിയിട്ട് ഈ വളത്തിലേക്ക് ഇടണം. അപ്പോൾ കമ്പുകളും ഉണ്ടാവും, അതൊന്ന് മാറ്റം ചെയ്യും. ഇങ്ങനെ ഉണ്ടോ ക്ലീൻ ചെയ്ത് പോകണം. ഇതൊന്നും നമുക്ക് എന്നൊന്നും സമയം ഉണ്ടാവില്ല. നമുക്ക് കൂടുതൽ എല്ലാ കൃഷികളൊക്കെ ഉള്ളതുകൊണ്ട് ഡെയിലി ചെയ്യുന്നവർക്ക് ഇത് ഡെയിലി ഇങ്ങനെ വലിച്ചിടാം. അപ്പോൾ നമ്മൾ ഈ വളത്തിലേക്ക് ഇടുന്നുണ്ട്. ഈ ഇലയൊക്കെ നല്ല വളമായിട്ട് മാറും. നമ്മൾ കാട്ടുകാഷ്ടം മൂടിയിടുമ്പോഴൊക്കെ ഇതൊക്കെ അലിഞ്ഞു പോകും, അതിൽ കിടന്നിട്ട് നല്ല ടൈറ്റായി കിടക്കുന്നല്ലേ. കമ്പുകളും ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ആടുകൾ ചെയ്തെക്കുന്ന ഓരോ പണികളാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ആടുകൾ എല്ലാ പണി ഒപ്പിച്ച് വെക്കും. ഇതങ്ങനെ വീഴുന്ന ഇലകൾ പിന്നെ കൂടെ അടിക്കേണ്ട ആവശ്യം വരാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കൂടിൻ്റെ ഉൾഭാഗത്തു നിന്ന് ഇത് കിട്ടൂല. ഇത് ഈ പുൽത്തൊട്ടിയിൽ താഴെ വീണതിന് പുറമെ ഈ ഫ്ലോർ മാറ്റ് കുറച്ച് ഇങ്ങനെ തള്ളി നിൽക്കുന്നതുകൊണ്ട് അവിടെ കുടുങ്ങി കിടക്കുന്നതാണ്. കൂടിൻ്റെ ഉൾഭാഗത്തേക്ക് ഉണ്ടാവില്ല കേട്ടോ. അതിലെങ്ങനെ കാണിച്ചു കൊടുക്കുക, കൂടിൻ്റെ ഉൾഭാഗത്ത് കമ്പുകൾ ഉണ്ടാവും, അല്ലാതെ ഇത് ഉണ്ടാവില്ല. ഉൾഭാഗം ക്ലീനാണ്. ഈ ഒരു വരെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഭാഗത്ത് മാത്രമേ ഈ ഒരു പ്രശ്നം വരുള്ളൂ. പിന്നെ കണ്ടില്ലേ കാഷ്ടം നോക്ക്, 2 അടീൻ്റെ മുകളിൽ ഹൈറ്റിൽ പായി 2-2.5 അടിയൊക്കെ ഉണ്ട് ആ ഭാഗത്തൊക്കെ. ഇങ്ങനെ വരലില്ല, നമ്മളൊരു പരമാവധി പോയാലും 1 അടീൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ വാരി ഒഴിവാക്കലുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പോട്ടെ നിൽക്കുന്ന ആ ഭാഗം കണ്ടില്ലേ, അവിടെ ഭയങ്കര ഇന്റെ പണി അപ്പോട്ടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നിറച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും അപ്പോഴത്തേക്ക് ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ ഇതാക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഇങ്ങനെ വാരി ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിടും. അപ്പൊ നമ്മള് പണികളൊക്കെ ഇനി വേഗം തീർക്കട്ടെ. ഉച്ച കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ മഴ കനക്കും, മഴ വരും. ഇപ്പൊ ചാറ്റൽ മഴ പോലെ രാവിലെ വന്ന് പോയതാ. കിട്ടുന്ന കമ്പുകൾ ഇങ്ങനെ എടുത്ത് അപ്പം മാറ്റിയല്ലേ, മടിച്ചു നിന്നിട്ട് കാര്യമില്ല. ഒക്കെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി, അത് വേറെ ആരും എടുത്തു തരില്ല. അപ്പൊ ഇതിനിതാ അതിന് മുകളിൽ കരുത്തി പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ കൂടി നിൽക്കുന്നൊക്കെ തട്ടി ലെവലാക്കുന്നുണ്ട്. ഇതുപോലെ ആക്കി വെക്കും. പിന്നെ സൈഡിൽ നിന്ന് വലിച്ചും വെക്കും. അപ്പോൾ കുറച്ചും കൂടെ ലോഡ് നമുക്ക് എത്രത്തോളം നമുക്ക് ടൈറ്റ് ചെയ്ത് ഇത് അടച്ചു വെക്കാൻ പറ്റും അത്രയും ഇതെല്ലാം പൊടിഞ്ഞു കിട്ടും. അങ്ങനെ ചവിട്ടി മാക്സിമം ഇത് ഇങ്ങനെ കുറച്ച് നനവുള്ളതുകൊണ്ട് നല്ല ഒതുങ്ങി നിൽക്കും. ടൈറ്റ് ഇങ്ങനെ ചവിട്ടിയും കൂടെ കൊടുത്താണ്ടല്ലോ നല്ല പൊടിഞ്ഞു കിട്ടും. പിന്നെ നമ്മൾ ഈ ഇങ്ങനെ കോരി എടുക്കുന്നൊക്കെ നമുക്ക് ഓർഡർ ഉണ്ട് കേട്ടോ. വളത്തിന് ഇഷ്ടംപോലെ ആളുകൾ വളത്തിന് വിളിക്കുന്നുണ്ട്. ഇത് നമ്മളോട് മഴത്ത് അതായത് മറ്റേ ജൂൺ ജൂലൈയിലേക്ക് പറഞ്ഞതാ. അപ്പം നമ്മൾ പറഞ്ഞ് വാരി എടുക്കാൻ ഇപ്പൊ തീരെ പറ്റാത്ത സമയമാണ്. ഒരു ആദ്യം ഓർഡർ ചെയ്താണ് ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട്. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള വളം ഉണ്ട്, അവർക്ക് എന്താ വാഴയ്ക്കൊക്കെ ഇടാണ്ട്. അപ്പം ഒരു ഫസ്റ്റ് വളമായിട്ട് വാഴയ്ക്ക് കൊടുക്കാൻ ഇപ്പൊ അങ്ങനെ ഇപ്പൊ സെറ്റ് ആക്കിയിട്ടുള്ളത് കൊണ്ട് അതൊക്കെ കൊണ്ടുപോകും. ഇതും പൊടിഞ്ഞ വേഗം കൊണ്ടുപോകും. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ബാക്കി വളം നമ്മളെ പുല്ലുണ്ടല്ലോ, പുല്ല് ഫസ്റ്റ് നമ്മൾ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ അടുത്തുനിന്ന് ബയോഗ്യാസിന്റെ സ്ലറിയൊക്കെ നമ്മളെ ഫാമിനോട് ചേർന്നാണെങ്കിൽ സ്ലറിയും ചാണകവെള്ളമൊക്കെ അടിച്ചു കൊടുക്കാം. ഇത് പറ്റില്ല. നമ്മൾ പുല്ല് നട്ടിട്ടുള്ളത് കുറച്ച് ദൂരെയാണ്. അപ്പൊ അങ്ങോട്ട് നമ്മൾ ഫസ്റ്റ് അരിഞ്ഞിട്ട് പുല്ല് അരിയാനായിട്ട് പുല്ലിന് ബാക്കി വീഡിയോ ഫസ്റ്റ് ഇട കളക്കുന്നവരെ നമ്മൾ കാണിച്ചിട്ട് നിർത്തിയതാണ്. അപ്പൊ ആ പുല്ല് അരിഞ്ഞു കൊടുക്കുന്നതിന് നമ്മുടെ റൗണ്ടിൽ ആട്ടിൻകാഷ്ടാണ് ഇട കളച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിനുള്ള വളവും ഇപ്പൊ നമ്മൾ കൊടുക്കാനുള്ള ഓർഡറിലേക്കുള്ള വളം ഉണ്ടാവും. അത്യാവശ്യം നല്ല ലോഡ് ഉണ്ടാവട്ടത്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1.5 മാസം കഴിഞ്ഞാൽ വീണ്ടും വാരി എടുക്കും. ആ വളം അങ്ങോട്ട് നമുക്ക് വീണ്ടും ആവശ്യക്കാർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ കാപ്പിയരി സീസൺ കാര്യങ്ങളൊക്കെ ആയില്ല, ഇനി അങ്ങോട്ട് വളത്തിന് നല്ല ഡിമാൻഡ് ആയിരിക്കും. അപ്പൊ ആവശ്യമുള്ളവർക്ക് ഇവിടെ അടുത്തുള്ളൊക്കെ മുൻകൂട്ടി പറയണം. നമുക്ക് എന്താ വെച്ചാൽ ഒരാൾ തീർന്നിട്ട് അടുത്ത ആൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ആട്ടിൻകാഷ്ടം നമുക്ക് അടുത്ത മെയ് വരെ ഇങ്ങനെ ഇടവിട്ട് കൊടുക്കാനുണ്ടാവും.